സോഷ്യോളജിയിലെ ഫസ്റ്റ് സെമ്മിൽ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബേസിക് കോൺസെപ്റ്റ് ഇൻ സോഷ്യോളജി. ഈ ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ വാക്കുകളെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾക്ക് നമുക്ക് വളരെ പരിചിതമായിട്ട് നമ്മൾ വളരെ പരിചിതമായിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകൾക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ പുതിയ ടേംസ് നൽകിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വളരെ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങളും അല്ലെങ്കിൽ പല പ്രോസസ്സുകളും നമ്മൾ ഇതിൽ പഠന വിഷയമാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രധാനമായിട്ടും ഈ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ഓർഗനൈസേഷൻ, അസോസിയേഷൻ എന്നീ 4 ടോപ്പിക്കുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ സൊസൈറ്റി എന്നുള്ളത് നമുക്ക് അറിയാം, നമ്മൾ ഉൾപ്പെടുന്ന ഒരു ചുറ്റുപാടിനെയാണ് സമൂഹം അഥവാ സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന പദം ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള സൊസൈറ്റസ് എന്ന പദത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ലാറ്റിൻ പദമായിട്ടുള്ള സോഷ്യസ് എന്ന പദത്തിനും ഇതുമായിട്ട് സാദൃശ്യമുണ്ട്. അപ്പോൾ സോഷ്യസ് എന്ന പദത്തിന് അർത്ഥം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന അർത്ഥമാണ്. അപ്പോൾ ഇതിന്റെ മീനിങ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഘടകവുമായിട്ടുള്ള ബന്ധത്തെ അർത്ഥമാക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്ന സമയത്ത് കമ്പാനിയൻഷിപ്പ് എന്നൊരു പദവുമായിട്ട് സോഷ്യബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന പദത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന പദം എപ്രകാരമാണ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനോണിമായി നമുക്ക് എങ്ങനെ പരിഗണിക്കാം എന്ന് പരിശോധിക്കുമ്പോൾ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതിനെയാണ് കമ്പാനിയൻഷിപ്പ് എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ കാലഘട്ടം ആരംഭിക്കുന്നത് മുതൽ മനുഷ്യരാശി അവസാനിക്കുന്നത് വരെ എന്തുണ്ടാവും? സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയും നിലനിൽക്കും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന പദം സൊസൈറ്റിയുമായിട്ട് സോഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന പദവുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് നമുക്ക് ഒരു സിനോണിമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് പരിചയപ്പെടാം. ഡെഫിനിഷൻസ് എത്തുമ്പോൾ സൊസൈറ്റിയെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഡെഫിനിഷൻസ് നമുക്ക് ഇതിൽ പരിചയപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പീറ്റർ എൽ ബർഗറിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ നിർമ്മിതമാണ് സമൂഹം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഒരു കൂട്ടം ആളുകളും അവരുടെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവയെ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്നതാണ് സമൂഹം എന്ന് നമുക്ക് പൊതുവിൽ പറയാം. സമൂഹം എന്നത് നിരീക്ഷണ വിധേയമാണ്. അതായത് നമ്മളുടെ പെരുമാറ്റങ്ങളെ മൂല്യങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിരീക്ഷണ വിധേയമാക്കുന്ന ഒരു പ്രോസസ്സിനെ കൂടെ നമുക്ക് എന്ത് വിളിക്കാം? സമൂഹം എന്ന് പൊതുവിൽ വിളിക്കാവുന്നതാണ്. ഇനി അഗസ്റ്റ് കോംടെയുടെ അഭിപ്രായത്തിൽ സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തെ ഒരു പ്രത്യേക ഘടനയും പ്രവർത്തനവും ഒത്തുചേർന്ന ഒരു ജീവി എന്ന നിലയിലാണ് അഗസ്റ്റ് കോംടെ സമൂഹത്തെ നിർവചിക്കുന്നത്. ഇനി നമുക്ക് സമൂഹത്തിന്റെ അതായത് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് സമൂഹം ജനങ്ങൾ നിർമ്മിക്കുന്നതാണ് അല്ലെങ്കിൽ ജനങ്ങൾ രൂപീകരിക്കുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. ഇപ്പൊ സമൂഹത്തിന്റെ ഒരു പരിണാമത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്? മനുഷ്യൻ രൂപീകരിക്കുന്നതാണ്. അതായത് ആദ്യകാലങ്ങളിൽ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ പരിണാമത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്താണ് സമൂഹം എന്ന് പറയുന്നത്? ചെറിയ യൂണിറ്റുകളായിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത്. അത് പിന്നീട് അതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വ്യാപ്തി എന്ന് പറയുന്നത് വർദ്ധിക്കുകയും അത് ഇന്ന് കാണുന്ന ഒരു എമൗണ്ട് ഓഫ് ആളുകളിലേക്ക് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന രീതിയിലല്ലാത്തൊരു അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത രീതിയിൽ അത് വളർന്നു വന്നിരിക്കുന്നു. അപ്പൊ എന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യൻ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒന്നാണ് സമൂഹം എന്നുള്ളതാണ് ഒന്നാമത്തെ അതിന്റെ സവിശേഷത. രണ്ടാമതെന്ന് പറയുന്നത് മനുഷ്യന്റെ ആശയങ്ങളുടെ കൈമാറ്റം സമൂഹത്തിൽ നടക്കുന്നു. അപ്പോൾ ആളുകളുടെ പരസ്പരം ആശയങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും മനുഷ്യൻ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. അതായത് സമൂഹത്തിൽ പല ആളുകൾ ഇടപെടുന്നതിലൂടെ
എന്ത് തരുന്നു? മനുഷ്യന്റെ ആശയങ്ങളും ചിന്തയും കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആശയവിനിമയം നടക്കുന്നതിലൂടെ ഇവ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സൊസൈറ്റിയുടെ രണ്ടാമത്തെ സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത്. മൂന്നാമത് പറയുന്നത് സമൂഹം സാദൃശ്യത്തിൽ നിലകൊള്ളുന്നു. അതായത് സമൂഹം എന്ന് പറയുന്നത് പരസ്പരം സമവായമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്, അതായത് ഉത്തരവാദിത്വം. സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ സമൂഹവും എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികൾക്കിടയിൽ ഉത്തരവാദിത്വത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹം ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ വ്യക്തി ചെയ്യേണ്ട കടമകളെ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ നിന്നും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ റോളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹം നിർണ്ണയിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് സമൂഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തെ നിർണ്ണയിക്കുന്നു അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിർണ്ണയിക്കുന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സമൂഹം എന്ന് പറയുന്നത് അടുത്തൊരു ക്യാരക്ടറാണ്. എന്താണ്? സമൂഹം വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നു. അതായത് ഓരോ സമൂഹവും വ്യത്യസ്തമാണ് എന്ന കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അതായത് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാം ഡിഫറൻസ് നിലനിൽക്കുന്നതാണ്. ഒരു സമൂഹം മറ്റൊന്നിൽ നിന്ന് തികച്ചും പ്രദേശം, ഭാഷ, സംസ്കാരം എന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നത് സമൂഹത്തിൽ എന്തുണ്ട്? സഹകരണവും തൊഴിൽ വിഭജനവും ഉണ്ടാകും. അതായത് ആളുകൾക്കിടയിൽ സമൂഹത്തിൽ ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആളുകൾ പരസ്പരം സഹകരിക്കുകയും ഓരോ ആളുകൾക്കും ഡിവിഷൻ അവർ ചെയ്യേണ്ട തൊഴിലുകളെ കൃത്യമായിട്ട് വിഭജിച്ച് നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. അടുത്തെന്ന് പറയുന്നത് സമൂഹം ഡൈനാമിക് ആണ്. അതായത് സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമൂഹം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. അവ എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം നടക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിന് മാറ്റം അനിവാര്യമാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ത്? സമൂഹം എന്നത്. അടുത്ത് പറയുന്നത് മനുഷ്യന്റെ കൂട്ടായ പ്രവർത്തനം എന്തിലുണ്ട്? സമൂഹത്തിലുണ്ട്. അപ്പൊ സമൂഹം നിലനിൽക്കുന്നത് തന്നെ മനുഷ്യന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. കൂട്ടായ പ്രവർത്തനത്തിന്റെയും സഹകരണത്തിന്റെയും ഫലമായാണ് എന്ത്? സമൂഹം നിലനിന്ന് പോകുന്നത്. അടുത്ത് പറഞ്ഞത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരിക്കും. അതായത് ഓരോ സമൂഹത്തിനെയും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ആ സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂപ്രദേശമായിരിക്കാം, ഭാഷയായിരിക്കാം, വ്യക്തികളുടെ ജീവിത ശൈലികളായിരിക്കാം, വസ്ത്രധാരണം എന്നീ പറയുന്ന എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഓരോ സമൂഹവും നമ്മൾ നേരത്തെ പറഞ്ഞ് വ്യത്യാസങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഓരോ സമൂഹവും വെച്ചു പുലർത്തുന്ന സംസ്കാരങ്ങളുണ്ട്. അപ്പൊ അതാണ് അടുത്ത് ഡിസ്കസ്. ഇനി അടുത്ത് പറയുന്നത് സമൂഹം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഓരോ സമൂഹവും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിന്റെ ആശ്രയം കൂടാതെ നിലനിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ സമൂഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം കണക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് റൂറൽ സൊസൈറ്റി, അർബൻ സൊസൈറ്റി എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഗ്രാമ നഗര പ്രദേശങ്ങൾ എന്നെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ്? ഈ രണ്ട് സമൂഹത്തിനെയും പരസ്പരം ആശ്രയിക്കേണ്ട ആവശ്യങ്ങളുണ്ടാകും അല്ലെ? അതായത് ഈ രണ്ട് സമൂഹത്തിലും നിലനിൽക്കുന്ന ആളുകൾക്ക് പരസ്പരം ആശ്രയം കൂടാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും സമൂഹത്തിന്റെ ഈ സവിശേഷതകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്, സമൂഹം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. അത് മനുഷ്യന്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതും എന്നാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് നിയമപരമായിട്ടും അല്ലാതെയും ആവാം. അപ്പോൾ നിയമപരമോ നിയമപരമല്ലാത്തതോ ആയിട്ടുള്ള ധാരാളം മൂല്യങ്ങളും മാനദണ്ഡങ്ങളും കൊണ്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സമൂഹം എന്ന് പറയുന്നത്. ഈ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹവും നിലനിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.
അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഒരു പ്രത്യേക ഏരിയയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു മതമോ ജാതിയോ നിലനിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് എന്ത്, ഇന്ന കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഏരിയ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പദം എന്താണ്, ഒരു വിഭാഗത്തെയാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ് നമുക്ക് കാണിക്കുന്നത്. ഉദാഹരണത്തിന് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അഗ്രഹാരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഗ്രഹാരം എന്ന് പറയുന്നത് നമുക്കൊരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ അഗ്രഹാരം എന്ന് പറയുന്ന ഇടത്ത് എന്താണ്, കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ജാതിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അതൊരു ഏരിയ നിർണ്ണയിക്കുന്നുണ്ട് അല്ലെ. ഒരു ഏരിയ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയെ പഠിക്കാം. രണ്ടാമതെന്ന് പറയുന്നത് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മ്യൂണിറ്റിയെ പഠിക്കാവുന്നതാണ്. അപ്പൊ അത് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഗ്രാമ നഗരം, അതായത് റൂറൽ കമ്മ്യൂണിറ്റി, അർബൻ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. അപ്പൊ അത് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഘടകങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഒരു പ്രദേശത്തെ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മ്യൂണിറ്റിയെ നിർവചിക്കാറുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന തൊഴിലിനെ അല്ലെങ്കിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ പറയുന്ന തൊഴിൽ വിഭജനം എന്ന് പറയുന്ന തൊഴിൽ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് നിർവചിക്കാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നേഴ്സുമാരുടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത് സോഷ്യോളജിക്കലി ആണ് പറയുന്നത്. സോഷ്യോളജിക്കലി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഒരു പദത്തെ, സോഷ്യോളജിക്കലി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പദത്തെ നമ്മൾ 3 വസ്തുതകളിൽ അല്ലെങ്കിൽ 3 പെർസെപ്ഷനിലൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അതൊന്നാണ് ഏരിയ തിരിച്ചുള്ള പഠനം. അതായത് ഏരിയ തിരിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയാറുണ്ട്. അതിന് ഉദാഹരണമാണ് നഗരം, ഗ്രാമം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ, ആളുകൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പൊതുവിൽ പറയാറുണ്ട്. അപ്പൊ ഇത് ഉദാഹരണങ്ങൾ സഹിതമാണ് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പെർസെപ്ഷൻസ് ഒരു പദത്തെ നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. സമൂഹത്തിന്റെ പരിണാമത്തിനനുസരിച്ച് കമ്മ്യൂണിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹം മാറുന്നതിനനുസരിച്ച് കമ്മ്യൂണിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് പ്രത്യേകമായിട്ടുള്ള ഭാഷ, മതം, സംസ്കാരം, ജീവിത രീതി, തൊഴിൽ എന്നിവയെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ എന്ന് വിളിക്കാം, നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷത പ്രദേശം അല്ലെങ്കിൽ ഭൂപ്രദേശത്ത് ഒരേ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി എന്നതിന്റെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞാൽ സമുദായം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ സമുദായം എന്ന് നമുക്ക് വിളിക്കാം. ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും താല്പര്യങ്ങൾക്കും വേണ്ടി നിലനിൽക്കുന്ന ആളുകളെയും നമുക്ക് എന്ന് വിളിക്കാം സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. ഇനി കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് കിടക്കാം. സാമൂഹികമായ ജീവിതത്തിന്റെ കാലഘട്ടമാണ് കമ്മ്യൂണിറ്റി എന്ന് റോബർട്ട് മാക്കൈവർ കമ്മ്യൂണിറ്റി നിർവചിക്കുന്നു. രണ്ടാമതായിട്ട് ഒരേ ഭൂപ്രദേശത്ത് ഒരേ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് കമ്മ്യൂണിറ്റി അഥവാ സമുദായം എന്ന് ടാൽബോട്ട് പാഴ്സൺ നിർവചിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകളാണ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സുകളാണ്.
അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11 പോയിന്റുകളാണ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടായ്മ. അതായത് വ്യക്തികൾ കൂടിച്ചേർന്നിട്ടുള്ള വ്യക്തികൾ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ വെച്ച് പുലർത്തുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു പ്രത്യേക ഭൂപ്രദേശം എന്തിലുണ്ടായിരിക്കും? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി എന്ന് പറയുന്നത്, ഒരു ഭൂപരിധി എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? സമുദായത്തിൽ അല്ലെങ്കിൽ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അഗ്രഹാരം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഭൂപ്രദേശമുണ്ട് അല്ലെ, അതിനകത്ത് ഒരു പെർട്ടിക്കുലർ കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നു. അപ്പൊ അത് നമ്മൾ ഓർക്കുന്നത് കുറച്ചുകൂടെ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പഠിക്കുന്നതിന് എളുപ്പമായിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് ആളുകൾക്കിടയിൽ പരസ്പര വികാരം ഉണ്ടായിരിക്കും. അതായത് വികാരബോധം ഉണ്ടാവും. വി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം എന്തിലുണ്ടാവും? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അതിപ്പോ നമ്മൾ ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് പഠിക്കാം. പറഞ്ഞ പെർട്ടിക്കുലർ കാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ മതത്തെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്തുണ്ടാവും? ആളുകൾക്കിടയിൽ ഒരു മതത്തെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ബി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും. ഇപ്പൊ ആളുകൾക്കിടയിൽ പരസ്പര വികാരബോധം, ആളുകൾ എന്താണ് ബി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം എന്തിലുണ്ടാവും? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അടുത്തായിട്ട് പറയുന്നത് ആളുകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തുണ്ടാവും? സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്ര ആവിഷ്കാരം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യവും ആവിഷ്കാരവും എന്തിലുണ്ടായിരിക്കും? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും. അടുത്തായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത് സ്വാഭാവികത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു സവിശേഷതയാണ്. അടുത്ത് പറയുന്നത് സ്ഥിരതയും സുസ്ഥിരതയും. അതായത് സ്ഥിരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ അതിന്റെ ജീവിതശൈലിയിലാണെങ്കിൽ പോലും ഒരു സ്ഥിരമായിട്ടുള്ളതും വളരെ സുസ്ഥിരമായിട്ടുള്ളതും ഒന്നാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ആളുകളുടെ ജീവിത രീതികൾ എന്ന് പറയുന്നത് സമാനമായിട്ട് എല്ലാതും ഏകദേശം ഒരുപോലെയുള്ളതായിരിക്കും. അതായത് സമാന ജീവിത ശൈലി വെച്ചു പുലർത്തുന്ന ആളുകളായിരിക്കും ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമുദായത്തിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് തന്നെ എടുക്കാം. അപ്പോൾ അഗ്രഹാരം എന്നൊരു എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പെർട്ടിക്കുലർ മതവിഭാഗത്തിന് എടുക്കുന്ന സമയത്ത് എന്താണ് ക്രിസ്ത്യ മതത്തിലാണ് ഇടവക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇതെല്ലാം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിനൊരു നമുക്ക് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഉദാഹരിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് ഒരു ജീവിത രീതി എല്ലാവർക്കും എന്താണ്? വിശ്വാസം ഒരുപോലെ ആയിരിക്കും. ജീവിത ശൈലി അതായത് അവർ വെച്ചു പുലർത്തുന്ന ജീവിത രീതികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരേ ജീവിത രീതി ഒരേ ജീവിത രീതി ആയിരിക്കും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് സമാനമായിട്ടുള്ള ജീവിത രീതി എല്ലാ ആളുകളിലും ഒരുപോലെ ആയിരിക്കും. ഏതിൽ? സമുദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്ന ഒരു ഘടകത്തിലെ ആളുകളുടെ ജീവിത രീതി എല്ലാം ഒരുപോലെ ആയിരിക്കും. പിന്നീട് അടുത്ത് പറയുന്നത് വ്യത്യസ്ത വലിപ്പമായിരിക്കും. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും അംഗങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വലിപ്പക്കുറവോ കൂടുതലും സംഭവിക്കാം എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അടുത്ത് പറയുന്നത് ഒരു അംഗത്തിന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ എന്തിനു കഴിയുന്നുണ്ട്? കമ്മ്യൂണിറ്റിക്ക് കഴിയും. അതായത് ഉദാഹരണം ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇടവക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ക്രിസ്തു മതവിശ്വാസികളുടെ പ്രകാരം ഇടവക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇടവക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൃത്യമായിട്ടുള്ള ഭൂപ്രദേശം ഉൾപ്പെടുന്നതാണ് ഇടവക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. ഇടവക എന്ന് പറയുമ്പോൾ ആ ഇടവകയിൽ ഉൾപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കും എന്തുണ്ടാകും? പരസ്പരം അറിയുകയും മറ്റൊരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളിന്റെ ജീവിതത്തിൽ പങ്ക് വഹിക്കുവാനായിട്ട് ഇതിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി അടുത്തായിട്ട് പറയുന്നത് നിയമപരമായിട്ടുള്ള യാതൊരു നിയന്ത്രണങ്ങളും എന്തിലുണ്ടായിരിക്കില്ല? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കില്ല. അതായത് ഒരു വ്യക്തി കമ്മ്യൂണിറ്റിയിലുള്ള ഒരു നിയമം വയലേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം അത് പരിപാലിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് ഫോളോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്കൊരു നിയമപരമായിട്ടുള്ള ഏതാണ് ഉദ്ദേശിക്കുന്നത് ലീഗലി നമുക്ക് അത് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അതിന് കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു അനൗപചാരികമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതിനെ
പരിഗണിക്കേണ്ടത്. അതായത് നമുക്കൊരു നിയമപരമായിട്ടുള്ള നമ്മുടെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയോട് എന്തിനു നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല? നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായത്തെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. കാരണം ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യം അനുശാസിക്കുന്ന നിയമത്തിന്റെ പരിധിയിൽ എന്തിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല? സമുദായത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാൻ സാധിക്കില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. സമുദായം എന്ന് പറയുന്നത് എന്താണ്? നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ല. അതായത് അൺറിട്ടേൺ ആയിട്ടുള്ള ലോസ് ആണ് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ സമുദായം വെച്ച് പുലർത്തുന്നത് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും മറ്റും മൂല്യങ്ങളുടെയും മറ്റു മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അവ പൂർണ്ണമായിട്ടും എന്തിന്റെയല്ല? രാജ്യം അനുശാസിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അടുത്തായിട്ട് പറയുന്നത് ആളുകൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും എന്താണ്? നിയന്ത്രണ വിധേയമായിരിക്കും. അപ്പൊ ഒരു വ്യക്തി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ തമ്മിൽ പരസ്പരം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളുടെ സ്വഭാവത്തിലും ഉത്തരവാദിത്തത്തിലും എപ്പോഴും എന്തുണ്ടാവും? നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിയും പാലിക്കേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സമുദായത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ പാലിക്കേണ്ട നിയമങ്ങൾ, അതായത് ആ സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വെച്ച് പുലർത്തുന്ന നിയമത്തെ എപ്രകാരം അനുശാസിക്കണം അല്ലെങ്കിൽ ആ നിയമം ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വ്യക്തിയും ബാധ്യസ്ഥനാണ്. ആയതിനാൽ വ്യക്തികളുടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളുടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് കമ്മ്യൂണിറ്റി അഥവാ സമുദായം എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തികളുടെ ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സമൂഹം എന്ന് പറയുന്നതും ആളുകൾ രൂപീകരിക്കുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള അതിർവരമ്പുകളോ ഒന്നും തന്നെയില്ല, അല്ലെങ്കിൽ കാലപരിധി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇല്ല എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്താണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് സാമുദായിക വികാരം, അതായത് വികാരം എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് എന്തില്ല, ഉടലെടുക്കുന്നില്ല. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് ഒരു സാമുദായികപരമായിട്ടുള്ള വികാരം ഇതിൽ ഉണ്ടായിരിക്കും. അതായത് ഉദാഹരണത്തിന് നമ്മൾ മതം എടുത്താലും ഒരു ജാതി എന്ന് പറയുന്ന ഒരു ഘടകം എടുത്താലും ഇവിടെ എന്തുണ്ടാവും? വികാരം, സാമുദായികപരമായിട്ടുള്ള വികാരം എന്നുണ്ട്. പക്ഷെ സമൂഹം എന്നൊരു ബ്രോഡ് സെൻസിലായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും വികാരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന ഒരു ഘടകം നിലനിൽക്കുന്നില്ല. പക്ഷെ സമുദായത്തിൽ എന്തുണ്ട്? വി ഫീലിംഗ്, ഞങ്ങൾ എന്ന് പറയുന്ന ഒരു വികാരം, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സമൂഹം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ഭൂപരിധി നിശ്ചയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഇടവക, അഗ്രഹാരം എന്ന് പറയുന്നത് ഏതൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോ കോളനി എന്നൊക്കെ പറയാറുണ്ട് പ്രത്യേകമായിട്ടുള്ള. അപ്പൊ ഇതെല്ലാം എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തിന്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്താണ്? ഒരു നിശ്ചിത ഭൂപ്രദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. സമൂഹം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഭൂപരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിരുകൾ അതിന് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. സമൂഹത്തിന്റെ വിഭജിക്കാവുന്ന ഒരു സാമൂഹിക യൂണിറ്റ് ആണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന ഒരു ഘടകമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിർദ്ദിഷ്ടമാണ്. അതേസമയം സമൂഹം എന്ന് പറയുന്നത് അമൂർത്തമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് കഴിയില്ല. അതൊരു
ഫസ്റ്റ് അമൂർത്തമായിട്ട് നിലനിൽക്കുന്ന ഒരു ഘടകമാണ്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, തെളിവോടുകൂടി അല്ലെങ്കിൽ നമുക്ക് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് നമുക്ക് ഓരോ സ്പെഷ്യലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഇന്ന പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിർദ്ദിഷ്ടമാണ്, സമൂഹം എന്ന് പറയുന്നത് അമൂർത്തമായിട്ടുള്ള ഒന്നാണ്. ഇനി സമൂഹം എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, ചെറിയ വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും സമൂഹവും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വികാരത്തിലുള്ള വ്യത്യാസമാണ്. അതായത് വി ഫീലിംഗ് അഥവാ സാമുദായിക വികാരം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. സമൂഹത്തിൽ വി ഫീലിംഗ് എന്നൊരു ഘടകം ഉണ്ടായിരിക്കില്ല. അതായത് ആളുകൾക്കിടയിൽ എന്താണ് നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു വികാരം സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശം അനിവാര്യമാണ്, അല്ലെങ്കിൽ നിശ്ചിത ഭൂപ്രദേശത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സമൂഹം എന്നതിന് കൃത്യമായിട്ടുള്ള എന്തില്ല, ഒരു അതിർത്തിയോ ഭൂപരിധിയോ നിലനിൽക്കുന്നില്ല. മൂന്നാമതായിട്ട് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, വിഭജിക്കാവുന്ന സമൂഹത്തിൽ വിഭജിച്ചിട്ടുള്ള ഒരു സാമൂഹിക യൂണിറ്റ് ആണ് എന്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിർദ്ദിഷ്ടമാണ്, സമൂഹം എന്ന് പറയുന്നത് അമൂർത്തമായിട്ടുള്ള ഒരു ആശയമാണ്. അതായത് നമുക്ക് തെളിവോടുകൂടി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത് എക്സിസ്റ്റഡ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഘടകമാണ് എന്നതാണ് ആ പോയിന്റ് വ്യക്തമാക്കുന്നത്. അടുത്ത പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് വളരെ ബ്രോഡ് സെൻസിലുള്ള ഒരു ഘടകമാണ്. അതായത് സമൂഹം എന്ന് പറയുന്നത് ധാരാളം സാമൂഹ്യ ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളിൽ മറ്റും ഉൾക്കൊണ്ടിട്ടുള്ള വലിയ വ്യാപ്തിയിലുള്ള ഒരു ഘടകമാണ് സമൂഹം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ കൂട്ടത്തെയാണ്, ചെറിയൊരു വിഭാഗം ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ സമൂഹവും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസോസിയേഷൻ. അതായത് അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ പൊതുവിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പദമാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തികൾ അവരുടെ നിശ്ചിത ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത താല്പര്യങ്ങളുടെയോ ലക്ഷ്യങ്ങളോ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷനുകൾ, അതായത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആളുകൾ നിശ്ചിതമായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷനുകൾ. ഒരു പൊതു ലക്ഷ്യം നിറവേറ്റുന്നതിനായി ഒത്തുചേരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അല്ലെങ്കിൽ ആളുകളുടെ കൂടിച്ചേരലിനെയാണ് അസോസിയേഷൻ എന്ന് ബൊഗാർഡസ് അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഇതൊരു ഡെഫിനിഷൻ ആണ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി ഒത്തുചേരുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് ആര് പറയുന്നു, എമോറി ബൊഗാർഡസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ സംഘത്തെയാണ് എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പൊതുവായതോ പ്രത്യേകമായിട്ടോ ഉള്ള താല്പര്യം എന്തിലുണ്ടായിരിക്കും, അസോസിയേഷനിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമോ താല്പര്യത്തിനോ വേണ്ടി രൂപീകരിക്കപ്പെടുന്നതുമാവാം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന സംഘങ്ങളെയും എന്ത് പറയാം നമുക്ക്, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്ന ഗ്രൂപ്പുകളെയും നമുക്ക് എന്ത് വിളിക്കാം, അസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ അത് രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇതാണ്, പൊതുവായതോ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്നതാണ് എന്ത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് കമ്മ്യൂണിറ്റിയെ പോലെ സ്വന്തമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്ത് വരുന്നില്ല, അല്ലെങ്കിൽ പ്രാധാന്യം എന്തിനില്ല, അസോസിയേഷൻ ഇല്ല. അതായത് നമ്മൾ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊതുവികാരം, ആളുകൾക്കിടയിൽ ഒരു പൊതുവികാരം, എല്ലാവർക്കിടയിൽ ഒരുപോലെയുള്ള ഒരു വികാരം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ
ഡിസ്കസ് ചെയ്തു. പക്ഷെ അസോസിയേഷനിൽ വരുമ്പോൾ എന്താണ്, എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ എന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ട് അതിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്ന ഒരു വികാരം അസോസിയേഷനിൽ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരേ ഫ്രീക്വന്റ് ലെവലിലുള്ള വികാരം ഉണ്ടായിരിക്കണമെന്ന് ഇല്ല. പിന്നെ അടുത്ത പ്രത്യേകത എന്താണ്, ആളുകൾക്കിടയിൽ സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ രൂപീകരിക്കുന്നതാണ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ലക്ഷ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സംഘം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഈ ഒരു കൂട്ടം കൃത്യമായിട്ട് എന്താണ്, ഒരേപോലെ പ്രവർത്തിക്കുന്നതിന്, സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ മനോഭാവം എന്തിലുണ്ട്, അസോസിയേഷനിൽ കാണാനായിട്ട് കഴിയും. ഇനി കൂട്ടായിട്ട് ആളുകളെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്, അസോസിയേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ ഒരേ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ അസോസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏജൻസി ആയിട്ട് മാറുന്നുണ്ട്. അതായത് ആളുകളെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് എന്തിനൊക്കെ സാധിക്കുന്നുണ്ട്, അസോസിയേഷന് സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ആളുകളെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനും ആളുകളെ കൂട്ടായി നിർത്തുന്നതിനും കൂട്ടായി നിർത്തുന്നതിനുള്ള ഒരു ഏജൻസി ആയിട്ട് അസോസിയേഷൻ മാറുന്നു എന്നുള്ളതാണ് അടുത്ത അതിന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത പറയുന്നത്, അസോസിയേഷനുകൾ രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ കാലപരിധി അല്ലെങ്കിൽ പറയുന്നത് ദീർഘകാലമോ ഹ്രസ്വകാലമോ ആയിരിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് പ്രധാനമായിട്ടുള്ള പൊതു താല്പര്യങ്ങളും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്ന അസോസിയേഷനുകളും അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടവും ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം, ദീർഘകാലങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന അസോസിയേഷനുകളും ഉണ്ടാവാം. അല്ലെങ്കിൽ അതായത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ആളുകളുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു കൂട്ടം പ്രവർത്തനം അല്ലെങ്കിൽ സംഘത്തെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതോ സ്ഥിരമായിട്ടുള്ളതോ ആവാം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ തൊഴിൽ മേഖലകളിലുള്ള നിരവധി അസോസിയേഷനുകളുണ്ട്. അപ്പൊ അത്തരം അസോസിയേഷനുകളെല്ലാം എന്താണ്, ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന അസോസിയേഷനുകൾ. അപ്പോൾ ഓരോ തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ ഓരോ അസോസിയേഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്, കൃത്യമായിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇവയ്ക്ക് കൃത്യമായിട്ടുള്ള ആളുകൾ മാറുന്നുണ്ടെങ്കിൽ പോലും അതിൽ എന്തുണ്ടാവും, അതിന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒന്നായതുകൊണ്ട് ഇത്തരത്തിലുള്ള അസോസിയേഷനുകളെല്ലാം ദീർഘകാലമായിട്ടുണ്ട്. അതേസമയം ടെമ്പററി ആയിട്ട് രൂപീകരിക്കപ്പെടുന്ന അസോസിയേഷനുകളുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു ലക്ഷ്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിന്റെയോ അല്ലെങ്കിൽ പൊതുവായ താല്പര്യങ്ങൾ മുന്നിട്ട് വെച്ചുകൊണ്ടോ ഒരു കൂട്ടം ആളുകളുടെ ഒത്തുചേരലിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടും എന്താണ്, ആളുകൾ രൂപീകരിക്കുന്നതാണ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഘങ്ങളാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. ഇതേ ഘടകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അസോസിയേഷനും പറഞ്ഞത്. അപ്പൊ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഘടകത്തെ ആശ്രയിച്ച് മാത്രം രൂപീകരിക്കപ്പെടുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ വിഭാഗമാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് കൂടിയതാണ്. അപ്പോൾ അതിന്റെ ഘടകം അല്ലെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ വിഭാഗമാണ്. അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് എടുക്കുന്നെങ്കിൽ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിലെ അതാത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടെ അതിന്റെ വിസ്തൃതി എന്നല്ല, അതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് എന്താണ്, ഒരു
പെർട്ടിക്കുലർ ഗ്യാങ് ഓഫ് ആളുകളാണ്, ഒരു പെർട്ടിക്കുലർ മതത്തിന്റെയോ ഉദാഹരണത്തിന് നമ്മൾ അതിനൊരു മതത്തിൽ എടുക്കാം. അപ്പോൾ മതം എടുക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് അതിനൊരു ചെറിയ വിഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പം കൂടിയതായിരിക്കും. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ വിഭാഗമാണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ പലതരം അസോസിയേഷനുകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്നതാണ് എന്ത് അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് അകത്ത് പലതരം അസോസിയേഷൻസുകൾ നമുക്ക് രൂപീകരിക്കാം. കാരണം അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പറഞ്ഞു പൊതു താല്പര്യത്തിന്റെയോ പ്രത്യേക ലക്ഷ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ് ഇത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഒരേ താല്പര്യം വെച്ച് പുലർത്തുന്ന ആളുകളുടെ കൂട്ടായ്മയെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വിളിക്കാം, അസോസിയേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ആ ഒരു പെർസെപ്ഷനിലാണ് പറയുന്നത് എന്താണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് പലതരം അസോസിയേഷനുകൾ രൂപീകരിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൃത്രിമമായിട്ട് രൂപീകരിക്കപ്പെടുന്നതാണ്. അതായത് നമ്മുടെ ആവശ്യാനുസരണം മാത്രം രൂപീകരിക്കപ്പെടുന്ന ഒരു ഘടകമാണ് എന്ത് അസോസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീർത്തും കലർപ്പില്ലാത്ത ഒരു ഘടകമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അസോസിയേഷനിലെ അംഗത്വത്തിന് എന്താണ് കൃത്യമായിട്ടുള്ള പരിമിതമായിട്ടുള്ള പ്രാധാന്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ അസോസിയേഷൻ ഏത് അസോസിയേഷനെ മെമ്പർഷിപ്പിനെ നമുക്ക് പരിഗണിക്കാം. അപ്പൊ അതിന്റെ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു അംഗമാവുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് പരിമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രമേ അംഗത്തിന് ലഭിക്കുള്ളൂ. പക്ഷെ കമ്മ്യൂണിറ്റിയുടെ അംഗം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ അംഗമാണ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വിഭാഗമാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രാധാന്യം എന്താന്ന് പറയുന്നതാണ് ദീർഘകാലത്തേക്കുള്ളതാണ്. അപ്പൊ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഗണനയാണ് ലഭിക്കുന്നത്. അപ്പൊ അതിന് മെമ്പർഷിപ്പിന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അസോസിയേഷനിൽ ഉൾപ്പെടുന്ന വ്യക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതേസമയം കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല. ഒരു വ്യക്തി ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ കാസ്റ്റോ മതമോ അല്ലെങ്കിൽ ഏത് ഘടകത്തെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ കാലം അവസാനിക്കുന്ന വരെ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ആ മതത്തിന്റെയോ ഒരു പെർട്ടിക്കുലർ ജാതിയുടെയോ ലഭിക്കുന്നതായിട്ടുള്ള ഒരു പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ആ അർത്ഥത്തിലാണ് പറയുന്നത് അതിന്റെ അംഗത്വത്തിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതേ ഘടകമാണ്. അസോസിയേഷനിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംഗത്വം എന്ന് പറയുന്നത് ഒരിക്കലും നിർബന്ധിതമല്ല. നമുക്ക് നമ്മുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെയോ താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിലാണല്ലോ അസോസിയേഷൻ എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത്. അപ്പൊ അതിന്റെ അംഗത്വം എന്ന് പറയുന്നതും എന്താണ്, വ്യക്തികളെ തീർത്തും വ്യക്തിയുടെ ഇഷ്ടത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. എന്നാൽ സൊസൈറ്റിയുടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം എന്താണ്, ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അംഗത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ ആ കമ്മ്യൂണിറ്റിയുടെ അംഗമാണ്. അപ്പൊ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ്. അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന അംഗത്വമാണ്. അപ്പൊ അത് നിർബന്ധിതമല്ല. കമ്മ്യൂണിറ്റിയുടേതെന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്ന അംഗത്വമാണ്. അപ്പൊ അതാണ് പ്രധാനമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വ്യത്യാസം. ഇനി അടുത്തതായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റിയിലെ വികാരങ്ങൾ കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആളുകൾക്കിടയിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. പക്ഷേ അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകൾക്കിടയിലുള്ള ഒരു വൈകാരിക ബന്ധം ഉണ്ടാവണമെന്നില്ല. കാരണം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി അസോസിയേഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യാം. അപ്പോൾ ആളുകൾക്കിടയിൽ വൈകാരികമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അടുപ്പ് എന്ന് പറയുന്നത് എന്തിലുണ്ടാവില്ല, അസോസിയേഷനിൽ ഉണ്ടാവില്ല. അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം വരുന്ന ഒരു ഘടകമാണ്. അപ്പൊ അവിടെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ആളുകൾക്കിടയിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ അപ്രകാരമല്ല. കമ്മ്യൂണിറ്റിയിൽ എന്താണ് ബി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം, ബി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്തിൽ വരുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അപ്പൊ വൈകാരികമായിട്ടുള്ള അടുപ്പം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് കമ്മ്യൂണിറ്റിയിലാണ്. അടുത്തായിട്ട് പറയുന്നത്
നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ബോഡി മുതലായ ഘടകങ്ങൾ എന്തിലുണ്ടാവും? അസോസിയേഷനിൽ ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഔപചാരികത കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്ത് പറയുന്നത് അസോസിയേഷനിൽ റിട്ടേൺ ആയിട്ടുള്ളതും അൺറിട്ടേൺ ആയിട്ടുള്ളതും, അതായത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? തീർത്തും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ലോ എന്ന് പറയുന്നത് നിലനിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ വിശ്വാസത്തിന്റെയും മൂല്യങ്ങളുടെയും മറ്റും നിയന്ത്രണത്തിൽ വരുന്നതാണ് എന്ത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർബന്ധിതമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന അനുശാസിക്കുന്ന ഒരു നിയമ സംഹിതയോ എന്തിലുണ്ടാവുന്നില്ല? കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ അസോസിയേഷനിലേക്ക് വരുന്ന സമയത്ത്, നമ്മളൊരു അസോസിയേഷൻ മെമ്പർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അസോസിയേഷനിൽ നമ്മളൊരു അംഗത്വം എടുക്കുന്നതോടുകൂടി ആ അസോസിയേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഒരു ജനറൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ബോഡി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഘടകമെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ട, അതിലെ അംഗങ്ങൾ വെച്ച് പുലർത്തേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ടാവാം, കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും, ഓരോ വ്യക്തിയും ചെയ്യേണ്ട ചുമതലകൾ കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലാതെയും വേണം. അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ളതും അൺറിട്ടേൺ ആയിട്ടുള്ള ഘടകങ്ങൾ എന്തിലുണ്ട്? അസോസിയേഷനിലുണ്ട്. കമ്മ്യൂണിറ്റിയിൽ എന്തില്ല? കമ്മ്യൂണിറ്റി കൃത്യമായിട്ടും ആളുകളുടെ അബ്സ്ട്രാക്ട് ലെവലിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി വരുന്ന ഒരു ഘടകമാണ് എന്ത്? കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതം, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായം വെച്ചു പുലർത്തുന്ന വിശ്വാസത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും മൂല്യങ്ങളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അസോസിയേഷനും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അസോസിയേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ഒന്നാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടലെടുക്കുന്ന ഒന്നാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മളുടെ ആവശ്യാനുസരണം രൂപീകരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതെന്താണ്? പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് എക്കാലം നിലനിൽക്കുന്ന ഒന്നാണ് സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ അസോസിയേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ അവരവരുടെ താല്പര്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിക്കുന്ന ഒന്നാണ്. രണ്ടാമത് എന്ന് പറയുന്നത് മനുഷ്യന്റെ തുടക്കം മുതൽക്ക് അല്ലെങ്കിൽ മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എന്താണ്? സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് വ്യത്യാസം. പക്ഷെ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായിട്ട് മനുഷ്യന്റെ താല്പര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ മാറുന്നതിനനുസരിച്ച് അസോസിയേഷനുകളുടെ രൂപങ്ങളും അസോസിയേഷൻ മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ സമൂഹം മനുഷ്യന്റെ തുടക്കം മുതൽക്ക് തന്നെ, മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് സമൂഹം. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമൂഹത്തിന്റെ അംഗത്വം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുകയില്ല. അതേസമയം അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്? ഓപ്ഷണൽ ആണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ അംഗത്വം എന്നത് സ്വീകരിച്ചാൽ മതി. അത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തികളുടെ ഇഷ്ടത്തിന്റെയും താല്പര്യങ്ങളുടെയും അഭിരുചികളുടെയും അടിസ്ഥാനത്തിൽ മാത്രം വരുന്ന ഘടകമാണ് എന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ അംഗത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽക്ക് തന്നെ എന്താണ്? ആ വ്യക്തി സമൂഹത്തിന്റെ അംഗമാണ് എന്നതാണ് പ്രത്യേകത. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇത് ഡിഫറൻസിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാപ്തിയേറിയതാണ്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് അനന്തമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് എന്തിനുള്ളത്? സമൂഹത്തിന് ഉള്ളത്. അതേ സമൂഹത്തിൽ നമുക്ക് നിരവധി ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്, നിരവധി സാമൂഹ്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ റോളുകളും മറ്റും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തത് കൃത്യമായിട്ട് ഇത്ര മാത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് അനന്ത സാധ്യത ഏറിയിട്ടുള്ള ഒരു ഘടകമായതിനാൽ അതിന്റെ
ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള തന്നെയാണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. അതേസമയം അസോസിയേഷന്റെ എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണമായും കൃത്യമായിട്ടുള്ള ഒരു പരിധിക്കുള്ളിൽ, കാലപരിധി അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അജണ്ടകളും മാനദണ്ഡങ്ങളും എല്ലാം വെച്ച് പുലർത്തുന്ന ഒന്നാണ് എന്ത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാലപരിധി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെത് എന്നതുപോലെയുള്ള ലക്ഷ്യപ്രാപ്തി അല്ല, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും മാനദണ്ഡങ്ങളും അല്ല എന്തിലുണ്ടാവുന്നത്, അസോസിയേഷനിലുണ്ടാവുന്നത്. അസോസിയേഷന്റെ അജണ്ട എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഗോളാണ്, അല്ലെങ്കിൽ താല്പര്യങ്ങളാണ്. അത് ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ആ അസോസിയേഷൻ എന്താണ് നിലനിൽക്കുകയോ അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സമൂഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ എന്ന് പറയുന്നത് സമൂഹം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതായത് അതിന് കൃത്യമായിട്ടുള്ള ഒരു കാലപരിധി എന്ന് നമുക്ക് നിശ്ചയിക്കുന്നില്ല. കാരണം മനുഷ്യരാശി എന്ന് പറയുന്നത് എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലം എന്തുണ്ടാവും, സൊസൈറ്റിയും നിലനിൽക്കുന്നുണ്ടാവും. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതല്ല. കൃത്യമായിട്ടുള്ള താല്പര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, അസോസിയേഷനുകളുടെ ഘടനയിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, പൊതു താല്പര്യങ്ങളോ പ്രത്യേക ലക്ഷ്യങ്ങളോ മുൻനിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകളുടെ ഒത്തുചേരലിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് ദീർഘകാലമോ ഹ്രസ്വകാലമോ ഉണ്ടാവുന്നതാണ്. അതിന് കൃത്യമായിട്ട് എന്താണ്, അൺറിട്ടേണോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള നിയമസംഹിതകൾ അതിന് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് അസോസിയേഷന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത അസോസിയേഷൻ ആണ്. അസോസിയേഷന്റെ അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസവും അസോസിയേഷനും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത കോൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്ത വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൊത്തത്തിൽ ഒരു രൂപം നൽകുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സംഘടനകളാണ്. അതായത് വ്യത്യസ്ത വിഭാഗങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ ചെറിയൊരു ഡെഫിനിഷൻ പരിചയപ്പെടാം. ഹെർബർട്ട് സ്പെൻസറുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് എന്ത്, ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ആശ്രയങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ ബന്ധത്തെ നമുക്ക് എന്ത് വിളിക്കാം, ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്താണ്, ഒരു വ്യത്യസ്ത ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ഘടന അല്ലെങ്കിൽ ഒരു രൂപത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ പരീക്ഷിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഓർഗനൈസേഷൻസ് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ എല്ലാം ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഈ ഘടകങ്ങളുടെ എല്ലാം ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ തന്നെ വ്യക്തമാണ്, എന്താണ്, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ അവ പ്രകാരം പ്രവർത്തിക്കുന്നു എന്നെല്ലാം പരീക്ഷിക്കുവാനുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്നത് വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുടെ ഒരു ആവിഷ്കാരമാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ എക്കണോമിക്കൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് വിവിധ ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യത്യസ്ത സാമ്പത്തിക സ്ഥാപനങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമ്പത്തിക ഘടന നിർണ്ണയിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. അതായത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ കൂടിച്ചേർന്നിട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഒരു കൂടിച്ചേരലിന്റെ ഘടനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്, ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ പ്രധാന പ്രവർത്തന ലക്ഷ്യം.
അതായത് നമ്മൾക്കിപ്പോ എക്കണോമിക് ഘടന, നമ്മുടെ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നത്. അപ്പൊ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്ത ഫങ്ഷൻസ് ആണ് ഓരോ സ്ഥാപനവും ചെയ്യുന്നത്. ഉദാഹരണം ഇപ്പൊ ബാങ്കിങ് സെക്ടറിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്താണ് ഒരു വ്യാവസായിക രംഗത്തേക്ക് വരും അല്ലെങ്കിൽ ചെറുകിട കച്ചവടം ഒക്കെ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ സ്ഥാപനവും നമ്മുടെ ബാങ്ക് ചെയ്യുന്ന അതേ ഫങ്ഷൻ അല്ല ചെയ്യുന്നുണ്ട് ഒരു കച്ചവടക്കാർ ചെയ്യുന്നത്. അതായത് നമ്മുടെ പണമാണ് മാധ്യമമാർഗമെങ്കിൽ പോലും അവർ ചെയ്യുന്ന ധർമ്മങ്ങൾ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണ്. അപ്പൊ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഘടകങ്ങളും അവയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു ഘടനയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള, അതായത് നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം എന്ന് ഓക്ബോൺ ആൻഡ് നിംകോഫ് അഭിപ്രായപ്പെടുന്നു. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഓർഗനൈസേഷൻ എന്ന് ഓക്ബോൺ ആൻഡ് നിംകോഫ് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഓർഗനൈസേഷനെ വിളിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു പ്രവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനം. അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടന, അതായത് കൃത്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതും എന്നാൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ രൂപീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു രൂപഘടനയുണ്ടല്ലോ. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് പ്രകാരമാണ്. അതായത് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്? പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ മൊത്തത്തിലുള്ള ഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു മൊത്തത്തിലുള്ള ഒരു ആശയം ഉണ്ടല്ലോ. ആ ആശയത്തെയാണ് എന്ന് പറയുന്നത്, ആ ആശയവും ഉൾക്കൊള്ളുന്നതാണ് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തന ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പിനെ ഈ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാമെന്നാണ് ഓക്ബോൺ ആൻഡ് നിംകോഫ് അഭിപ്രായപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കും. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ലക്ഷ്യം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഘടന നിലനിൽക്കുന്നത്, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ സംഘടന എന്തിനു വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് സംഘടനയിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് അംഗങ്ങൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉദ്ദേശ ലക്ഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പൊതുവായിട്ട് ഒരു അഭിപ്രായം മാത്രമേ നിലനിൽക്കുള്ളൂ. അതായത് നമ്മൾ പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഘടനയുടെ കാര്യമാണ് പറയുന്നത്. അത് ഏത് സംഘടനയായിരിക്കാം? സാമൂഹ്യ സംഘടനകളാവാം, സാമ്പത്തിക സംഘടനകളാവാം, രാഷ്ട്രീയ സംഘടനകളാവാം. അപ്പൊ ഏത് സംഘടനകളിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ സംഘടനകൾ വരുമ്പോൾ, സാമൂഹ്യ സംഘടനകൾ എന്ന് പറയുമ്പോൾ അതില് സ്വാഭാവികമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന എന്താണ്? ക്ലബുകൾ നമുക്ക് ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ എന്താണ്? എൻ ജി ഒ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഓരോ സ്ഥാപനത്തിനും കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യം ഉള്ളത് തന്നെ അതിൽ വരുന്ന അംഗങ്ങൾക്കും എന്താണ്? ഏക അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അത് എന്തിനു രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും
അതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതും അതിന്റെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് അതിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഏക അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ ഒരു അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പൊസിഷനും അതിന്റെ സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ റോളും സ്റ്റാറ്റസുകളും കൃത്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതിനകത്തും ആളുകൾക്കിടയിൽ ഐക്യമുണ്ടായിരിക്കും. അതായത് ഒരു സംഘടനയ്ക്ക് അകത്ത് വരുന്ന അംഗങ്ങളുടെ ചുമതലകൾ, അതായത് നമ്മൾ ഓരോ ചുമതലകളും നൽകപ്പെട്ടിട്ടുള്ളതും അർഹമായിട്ടുള്ളതാണെന്നും അതിന് കൃത്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും എന്നുള്ള അഭിപ്രായം ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. അതായത് ആളുകൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള പദവികളുടെയോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിലോ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിയാം, നമ്മൾ ഉദാഹരണമായിട്ട് ഒരു യുവജന സംഘടനകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ആൾക്ക് നേതൃത്വ പദവി കൊടുക്കുന്ന സമയത്ത് ആളുകൾ തെരഞ്ഞെടുത്താണ് കൊടുക്കുന്നത്, അല്ലെ? അതിലെ അംഗങ്ങൾ ഒരുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ ആരാണോ ആ വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ആരെയാണോ ആ വ്യക്തിയായിരിക്കും ഒരു സംഘടനയുടെ നേതൃത്വ നിരയിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് ഏകാഭിപ്രായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വ്യക്തിയായിരിക്കും ആ സംഘടനയുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ സംഘടനയ്ക്കകത്ത് വ്യക്തികൾക്ക് നൽകുന്ന പദവിയെയും പങ്കിനെയും കുറിച്ച് ആളുകൾക്ക് ഐക്യ അഭിപ്രായമായിരിക്കും, അതായത് ഏകാഐക്യ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏകാഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് പറയുന്ന അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് സംഘടനയിലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അതായത് സംഘടനയുടെ നിയന്ത്രണം വ്യക്തികളുടെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നു. അതായത് സ്വാഭാവികമായിട്ടും പിന്നെ സംഘടനയിൽ ഉൾപ്പെടുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിർബന്ധമായും ചെയ്യേണ്ട അല്ലെങ്കിൽ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിയുടെ പെരുമാറ്റത്തെ കൂടെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് സംഘടനകളുടെ നിയന്ത്രണം വ്യക്തികളുടെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് നമുക്ക് പാർട്ടി തന്നെ എടുക്കാം. അപ്പോൾ ഓരോ പാർട്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനയാണല്ലോ. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയിൽ വരുന്ന വ്യക്തികൾ എപ്രകാരം പെരുമാറണം എന്നതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടാവും. അത് നമ്മൾ വെച്ചു പുലർത്തുന്ന ഏത് ആശയം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ സംഘടനകളാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ട് അതിന്റെ അംഗങ്ങൾക്കുമേൽ എന്തുണ്ടാവും? ഒരു കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സംഘടനയുടെ നിയന്ത്രണം സ്വാഭാവികമായിട്ട് എന്തിലുണ്ട്? അതിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ രണ്ട് ടൈപ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻസുകളാണ് നിലനിൽക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. സ്വാഭാവികമായിട്ട് ഫോർമൽ എന്ന് പറയുന്നത് ഔപചാരികമായിട്ട് നിലനിൽക്കുന്ന സംഘടനകളെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അനൗപചാരികമായിട്ട് വരുന്ന സംഘടനകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ അഥവാ ഔപചാരിക സംഘടനകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘടനകളുടെ പ്രവർത്തന രീതികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ ഉണ്ടാവുന്നതിനെയാണ് ഔപചാരികമായിട്ടുള്ള സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. അതിൽ ഓരോ വ്യക്തിയും, അതായത് നമ്മൾ നൽകിയിട്ടുള്ള റോൾസിനെ ഓരോ വ്യക്തിക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും കൃത്യമായിട്ട് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തിട്ടപ്പെടുത്തിയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളത് ആ സംഘടനയിലെ ഓരോ വ്യക്തിയുടെയും ചുമതലയാണ്. അപ്പൊ കൃത്യമായ രീതിയിൽ അതിനെ നിറവേറ്റുക എന്നുള്ളത് ഓർഗനൈസേഷനിലെ ഫോർമൽ ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്ക് കൃത്യമായിട്ട് അത് പരിപാലിക്കേണ്ടതാണ്. അപ്പൊ അല്ലാത്ത പക്ഷം അതിനുള്ള പനിഷ്മെന്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശിക്ഷാ നിയമ നടപടികൾക്ക് ഇതിലെ അംഗങ്ങൾ വിധേയരാകും. അപ്പൊ ഫോർമൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഔപചാരികമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള റൂൾസിന്റെയും റെഗുലേഷന്റെയും അടിസ്ഥാനത്തിൽ വരുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഓരോ അംഗങ്ങൾ പെരുമാറേണ്ട രീതി അല്ലെങ്കിൽ അതിൽ നൽകപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും വ്യക്തികൾ ചെയ്യാത്തത് പക്ഷം ആ വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന വ്യക്തി നേരിടേണ്ടി വരുന്ന നടപടികൾ തീർത്തും നിയമപരമായിട്ടുള്ള ഘടകങ്ങൾ. ഉദാഹരണത്തിന് ഫോർമൽ ഓർഗനൈസേഷന് ഉദാഹരണമാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള
ഫോർമൽ ഓർഗനൈസേഷന് ഉത്തമ ഉദാഹരണമാണ്. അതായത് ഫോർമൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് വരുന്ന ഘടകങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള നിയമസംഹിതകളോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഓർഗനൈസേഷനെയും നമുക്ക് എന്ത് വിളിക്കാം? ഫോർമൽ ഓർഗനൈസേഷൻസ് പറയുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണമായിട്ടാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിലുള്ള നോൺ ഗവൺമെന്റലായിട്ട് വരുന്ന എല്ലാ സെക്ടേഴ്സിലും എന്താണ്, പ്രൈവറ്റ് സെക്ടേഴ്സിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് അവിടെ പാലിക്കേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതിൽ ഓരോ അംഗത്തിനും അപ്പോൾ ഓരോ അംഗത്തിനുണ്ടാവും. അപ്പോൾ ഓരോ സംഘടനകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഓരോ ക്ലബ്ബുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ക്ലബ്ബുകളിലും വ്യക്തികൾ പരിപാലിക്കേണ്ട, അല്ലെങ്കിൽ ഓരോ യുവജന സംഘടനകളിലാണെങ്കിലും കൗമാര സംഘടനകളിലൊക്കെ ആണെങ്കിലും ഓരോ വ്യക്തികൾ പരിപാലിക്കേണ്ട അവിടുത്തെ നിയമം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ആ ഓർഗനൈസേഷൻ, നിലനിൽക്കുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ കടമകളും എല്ലാം കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ട് ഓർഗനൈസേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫോർമൽ, രണ്ടാമത്തേത് ഇൻഫോർമൽ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തീർത്തും ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സംഘടനയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഇൻഫോർമൽ എന്ന് പറയുന്നത് തീർത്തും അനൗപചാരികമായിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്ന സംഘടനകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മുടെ എന്താണ്, മതത്തിൽ വരുന്ന നമ്മുടെ വിശ്വാസങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, മൂല്യങ്ങൾ എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം നമ്മൾ ഇൻഫോർമൽ ആയിട്ടാണ് പറയുന്നത്. അതായത് ചില ഘടകങ്ങളിൽ, അതുപോലെ തന്നെ നമ്മൾ സാമൂഹ്യപരമായിട്ട് വരുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് ചിലത് നമ്മൾ പെരുമാറുന്ന രീതികളാണ്. അപ്പൊ ഇതെല്ലാം ഇൻഫോർമൽ ആണ്. അതായത് നമ്മുടെ വിശ്വാസത്തിന്റെയും മൂല്യത്തിന്റെയും ആചാരാനുഷ്ഠാനത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പെരുമാറുന്ന രീതികളുണ്ട്. അതായത് അവിടെ റിട്ടേൺ അല്ല, അവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്ന ഘടകങ്ങളൊന്നും തന്നെ പരിപാലിക്കപ്പെടേണ്ടതാണ് എന്ന് എവിടെയും എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇൻഫോർമൽ എന്ന് പറയുന്ന ഉദാഹരണമാണ് നമുക്ക് നമ്മളെ വെച്ച് പുലർത്തുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഘടനയാണ്. അപ്പൊ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് വരുന്ന പല സാഹചര്യങ്ങൾ എന്തുണ്ടാവും, സംഘടനകളെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പെരുമാറുന്ന രീതി എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ്, ഓരോ സംഘടനകൾ കൃത്യമായിട്ട് എഴുതി വെക്കപ്പെട്ടില്ലാത്ത നിയമസംഹിതയോട് കൂടി പെരുമാറുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നമുക്ക് എന്ത് പറയാം, ഇൻഫോർമൽ സംഘടനകളായിട്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ അഥവാ അനൗപചാരിക സംഘടനകൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഇവിടെയുള്ള ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആളുകളുടെ പരസ്പര വിശ്വാസത്തിന്റെയും റെസ്പെക്റ്റിന്റെയും അല്ലെങ്കിൽ എന്താണ് ഒരേ മനോഭാവത്തിന്റെയും വൈകാരികമായിട്ടുള്ള മനോഭാവത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ പെരുമാറുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള റോൾ ടേക്കിംഗ് പൊസിഷൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ റോൾ ടേക്കിംഗ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പോലും അതൊരു കുറച്ചുകൂടെ ആളുകൾ പരസ്പര ഐക്യത്തിന്റെയും പരസ്പര റെസ്പെക്ട് നൽകുന്നതിന്റെ, മ്യൂച്വൽ റെസ്പെക്റ്റിന്റെയും അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആളുകൾ ഇവിടെ പെരുമാറുന്നത്. ഇന്ന വ്യക്തിക്ക് ഇന്ന പദവി എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി കൃത്യമായിട്ട് ആളുകൾക്കിടയിലുള്ള പെരുമാറ്റ രീതി എന്ന് പറയുന്നത് വളരെ ഫോർമൽ ആയിരിക്കണമെന്നില്ല. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ ആയിരിക്കാം കടന്നു വരുന്നത്. പക്ഷെ ആളുകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓരോ വ്യക്തിയും പ്രവർത്തിക്കേണ്ട വ്യക്തികൾ എപ്രകാരം ഓരോന്നും വ്യക്തിയുടെ ഓരോ ആക്ഷൻസും എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് പോലും ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യാതൊരു നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ല, യാതൊരു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ
എഴുതപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാത്ത സംഘടനകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആളുകൾ ഇത്തരത്തിൽ ഈ ഇൻഫോർമൽ സംഘടനകൾക്കിടയിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വരുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്കിടയിൽ ആളുകൾ പെരുമാറുന്നത് പരസ്പര ബഹുമാനത്തിന്റെയും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന വൈകാരികമായ അടുപ്പത്തിന്റെയും അല്ലെങ്കിൽ ആളുകൾ പരസ്പരം വെച്ച് പുലർത്തുന്ന മൂല്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. അതല്ലാതെ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിക്കും കൃത്യമായിട്ടുള്ള റോൾ ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഘടന ഉണ്ടായിരിക്കത്തില്ല. അത് വ്യക്തികൾക്ക് സമൂഹം നൽകുന്ന അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നൽകുന്ന ഒരു പദവി മാത്രമാണ്. അപ്പൊ അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4 ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ 4 കോൺസെപ്റ്റുകളാണ്. സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ. ഇതിൽ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഒരു കൂട്ടായ മനുഷ്യരാശി നിലനിൽക്കുന്ന കാലം മുതൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സമൂഹം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു വ്യാപ്തി ഒന്നും നിർണ്ണയിക്കാൻ കഴിയാത്ത തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത ഒന്നിനെയാണ് സമൂഹം എന്ന് പറയുന്നത്. സൊസൈറ്റീസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് സൊസൈറ്റി എന്ന വാക്ക് രൂപാന്തരപ്പെട്ടത്. അടുത്ത നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഒരേ വികാരത്തോടു കൂടി അല്ലെങ്കിൽ ഒരേ ഭാഷ, സംസ്കാരം, മതം എന്നിവയെല്ലാം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് പൊതുവായതോ അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യമോ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ രൂപീകരിക്കുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ് നിലനിൽക്കുന്നത്: ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമൽ എന്ന് പറയുന്നത് തീർത്തും ഔപചാരികമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന പ്രോസസ്സിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറയുന്നത് തീർത്തും ഇൻഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അനൗപചാരികമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിശേഷണങ്ങളും നൽകാതെ തന്നെ ആളുകൾക്കിടയിൽ പരസ്പരം ബഹുമാനത്തോടുകൂടി മറ്റും നിലനിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് രീതിയാണ്. അല്ലെങ്കിൽ ആളുകളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റപ്പെടുന്നതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം.